108ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ സഹകരണത്തോടെ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന എൻ കൃഷ്ണപിള്ള കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം, ജന്മവാർഷിക ദിന സമ്മേളനം കൃത്യസമയത്ത് ആരംഭിക്കുകയാണ്. 4 ദിവസമായി ഇവിടെ നടന്നു വന്നിരുന്ന ഈ കലോത്സവത്തിൽ അവതരിപ്പിച്ച എല്ലാ കലാവതരണങ്ങളും അതിൽ പങ്കെടുത്തവരുടെ സഹകരണം കൊണ്ട്, പങ്കാളിത്തം കൊണ്ട് കൃത്യസമയങ്ങളിൽ തന്നെ നടത്താൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ അതേപോലെ ഈ സമ്മേളനം കൃത്യസമയത്ത് നടത്തുകയാണ്. ഇന്ന് നമുക്കൊരു ഭാഗ്യം കിട്ടി. ആദ്യ ദിവസം വരാമെന്ന് സമ്മതിക്കുകയും അടിയന്തിരമായി മുംബൈ യൂണിവേഴ്സിറ്റി വിളിക്കുകയും ചെയ്തതുകൊണ്ട് അന്ന് വരാൻ പറ്റാതിരുന്ന TP ശ്രീനിവാസൻ സാറ് ഇന്ന് ഞാനിവിടെ എത്തുകയാണെങ്കിൽ ഇതിന് വരും എന്നറിയിച്ചിരുന്നു. സാർ എത്തിയ ഉടനെ തന്നെ വിവരം വിളിച്ചു പറഞ്ഞു. സാറിനോട് വളരെ നന്ദിയുണ്ട് സാർ. സാറ് നമ്മളെ ഒരു കാര്യത്തിന് വിളിച്ചാൽ വരാതിരുന്നാൽ നമ്മളെക്കാൾ വിഷമം അനുഭവിക്കുന്ന ആളാണ് ശ്രീനിവാസൻ സാർ. അതെനിക്ക് അറിയാം. സാറിൻ്റെ സാന്നിധ്യം നമുക്ക് കൂടുതൽ പ്രചോദനം തരുന്നു. ഇന്ന് ശ്രീ AM മയൂഷ, ആകാശവാണിയിലെ വാർത്താവിഭാഗത്തിൻ്റെ മേധാവി, അത്യാവശ്യമായി ഡൽഹിയിൽ പോയിരിക്കുന്നു. ശ്രീകുമാർ മുഖത്തല അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് നമുക്കുണ്ട്. ONV സാർ എഴുതിയ സ്മരണാഞ്ജലി ശ്രീ G. ശ്രീറാം, ഫൗണ്ടേഷൻ അംഗം ശ്രീ G. ശ്രീറാം ആലപിക്കുന്നു. ആരുടെ ധന്യ സ്മരണയിൽ നാം ഈ അരങ്ങൊരുക്കുന്നു, ആരുടെ ധന്യ സ്മരണയിൽ നാം ഈ അരങ്ങൊരുക്കുന്നു. ആ കളിയച്ഛൻ തന്നെ പുഞ്ചിരി ആദ്യ വിളക്കു കൊളുത്തട്ടെ, ഇന്നാദ്യ വിളക്കു കൊളുത്തട്ടെ. തഴുകി വളർത്തിയ തലമുറകളിൽ നീ തളിർത്തു നിൽക്കുന്നു, എന്നും തളിർത്തു നിൽക്കുന്നു. കൈരളി തൻ കളിമണ്ഡപമിതു നിൻ സ്മരണയുണർത്തുന്നു, നിത്യസ്മരണയുണർത്തുന്നു. കൈരളി തൻ കളിമണ്ഡപമിതു നിൻ സ്മരണയുണർത്തുന്നു, നിത്യസ്മരണയുണർത്തുന്നു. ഉജ്ജ്വല തേജോരൂപ, ഉജ്ജ്വല തേജോരൂപ ഭവാനിങ്ങുദിച്ചു നിന്നാലും, ഇവിടെ ഉദിച്ചു നിന്നാലും, ആരുടെ ധന്യ സ്മരണയിൽ നാം ഈ അരങ്ങൊരുക്കുന്നു. ആ കളിയച്ഛൻ തന്നെ പുഞ്ചിരി ആദ്യ വിളക്കു കൊളുത്തട്ടെ, ഇന്നാദ്യ വിളക്കു കൊളുത്തട്ടെ. സുവർണലിപികളിലെഴുതി കാലം കൈരളിയുടെ കഥയിൽ, നിൻ പേർ കൈരളിയുടെ കഥയിൽ.
അനന്ത ജീവിത മഹാപ്രവാഹിനി അതിന്നഗാധതകൾ കാണാനരുതാത്താഴങ്ങൾ സുതാര്യ ശോഭമുദിപ്പിച്ചാലും സുമനസ്സുകളിൽ നീ എന്നും സുമനസ്സുകളിൽ നീ ആരുടെ ധന്യ സ്മരണയിൽ നാം ഈ അരങ്ങൊരുക്കുന്നു ആ കളിയച്ഛൻ തന്നെ പുഞ്ചിരി ആദ്യ വിളക്കു കൊളുത്തട്ടെ ഇന്നാദ്യ വിളക്കു കൊളുത്തട്ടെ. രവീന്ദ്രൻ, ശ്രീ എഴുമറ്റൂർ രാജരാജവർമ്മ, മറ്റ് വിശിഷ്ട അതിഥികളെ, കൃഷ്ണപിള്ള സാറിൻ്റെ ഈ ഫൗണ്ടേഷനിലെ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഇവിടെ വരുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത് ശ്രീ എഴുമറ്റൂർ രാജരാജവർമ്മയെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെയും അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലതയെയും അഭിനന്ദിക്കുക എന്നുള്ളതാണ്. ഇങ്ങനൊരു ഫൗണ്ടേഷൻ എവിടെയും ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ഞാനും ഒരു ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റാണ്. പക്ഷെ ആണ്ടിൽ 2 തവണ മാത്രമേ നാം അയ്യപ്പ പണിക്കർ സാറിനെ പറ്റി ചിന്തിക്കാറുള്ളൂ. അതിപ്പോൾ 1-ാം തീയതി വീണ്ടും ചിന്തിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ഒരു വർഷം പണിക്കർ സാർ എവിടെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തായിരുന്നു ഞങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. അപ്പോൾ ഇതങ്ങനെയല്ല, 365 ദിവസവും എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. വരുമ്പോഴെല്ലാം ആദ്യത്തെ പ്രാർത്ഥന കേൾക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. ആ കളിയച്ഛൻ എന്നുള്ള വാക്ക് തന്നെ അദ്ദേഹം എങ്ങനെ അത് കണ്ടുപിടിച്ചു എന്ന് എനിക്കറിയില്ല. വളരെ ഹൃദ്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാനിന്നും ചോദിച്ചു, ഇന്ന് അത് പാടുമോ? പിന്നെ ശ്രീ പെന്നൻ രവീന്ദ്രൻ, അദ്ദേഹത്തിനെ കാണണമെങ്കിൽ കൃഷ്ണപിള്ള ഫൗണ്ടേഷനിൽ എത്തിയാൽ മതി. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഒക്കെ നമ്മൾ അദ്ദേഹത്തെ ധാരാളം കണ്ടു. പക്ഷെ അദ്ദേഹത്തെ ഇൻറ്റിമേറ്റായിട്ടൊന്ന് കാണണമെങ്കിൽ കൃഷ്ണപിള്ള സാറിൻ്റെ ഫൗണ്ടേഷനിലെത്തണം. പിന്നെ കലാപരിപാടികൾ, നാടകങ്ങൾ എല്ലാം വളരെ വളരെ ഹൃദ്യമാണ്. എനിക്കെപ്പോഴും വരാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇതിനെപ്പറ്റി വളരെയധികം സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത്തവണ ശ്രീ എഴുമറ്റൂർ പറഞ്ഞതുപോലെ ഞാൻ 19-ാം തീയതി ഇവിടെ വരാമെന്ന് സമ്മതിച്ചതായിരുന്നു. പക്ഷെ ഞാൻ പ്രൊഫസറായിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, ബോംബെ യൂണിവേഴ്സിറ്റി അല്ല, ഇത് സൊമയ്യ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്, മുംബൈയിലാണ്. 72 വർഷം മുമ്പ് സൊമയ്യ ഫാമിലി സ്ഥാപിച്ച ഒരു സ്കൂളിൽ നിന്ന് ഇന്ന് അതൊരു യൂണിവേഴ്സിറ്റിയായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഇന്നത്തെ വൈസ് ചാൻസലർ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വ്യക്തിയാണ് ശ്രീ രാജശേഖരൻ പിള്ള. നമ്മുടെ കോട്ടയത്ത് വൈസ് ചാൻസലറായിരുന്നു അദ്ദേഹമാണ്. അപ്പോൾ അവിടെ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രീ രാജശേഖരൻ പിള്ളയാണ് എന്നെ ക്ഷണിച്ചത്. അങ്ങനെ 2 വർഷമായി അതിൻ്റെ ശ്രമം നടക്കുകയാണ്. അത് ആദ്യമായിട്ടൊരു കോൺവക്കേഷൻ നടത്തുമ്പോൾ എല്ലാവരും എത്തണം, അക്കാഡമിക് റോബ്സൊക്കെ ഇട്ട് ഞങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള ഉടുപ്പുകളും
പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോൺവൊക്കേഷന് പോകുന്നത്. അപ്പോൾ അത് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ 19 ഇവിടെ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ശ്രീ എഴുമറ്റനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം സങ്കടമുണ്ട്, എന്നാലും നടക്കട്ടെ എന്ന് മലയാളത്തിൽ മാത്രമേ അദ്ദേഹം എഴുതാറുള്ളൂ. ഞാനെപ്പോഴും ഇംഗ്ലീഷിലാണ് എഴുതാറ്. പിന്നെ അതിനെപ്പറ്റി ഓർത്തില്ല. 22-ാം തീയതി വരുന്നു എന്നറിയുമെങ്കിലും വിശേഷിച്ചൊരു റോളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ എനിക്ക് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ സമയമായപ്പോൾ 2 വരികൾ വന്നു, സാറ് വരില്ലേ? അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശമെല്ലാം സാധിച്ചു കഴിഞ്ഞു. എനിക്ക് സാഹിത്യത്തിൽ പ്രസംഗം നൽകാനോ കൃഷ്ണപിള്ള സാറിൻ്റെ സംഭാവനയെപ്പറ്റി പറയാനോ ഒന്നും അറിയില്ല. അദ്ദേഹം എൻ്റെ പ്രിൻസിപ്പലായിരുന്നു. പക്ഷേ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിന്. അത് സംസാരിച്ചിട്ട് പോലുമില്ല. ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആദ്യത്തെ കോഴ്സിൻ്റെ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് പഠിക്കാൻ ഇൻ്റർമീഡിയറ്റ് കോളേജിൽ പോയപ്പോൾ അദ്ദേഹമായിരുന്നു പ്രിൻസിപ്പൽ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭയത്തോടു കൂടി മാത്രം ദൂരെ നിന്ന് മാത്രമേ കണ്ടുള്ളൂ. 1 വർഷമല്ലേ ഉള്ളൂ. അപ്പോൾ കായംകുളത്തും തിരുവനന്തപുരത്ത് വന്ന് ഇംഗ്ലീഷ് പഠിക്കുന്ന ബഹളത്തിലായിരുന്നു. കാരണം മലയാളത്തിൽ മുഴുവൻ കാര്യങ്ങളും പഠിച്ചിട്ട് ഇവിടെ വന്ന് ഒരു ദിവസം രാവിലെ എല്ലാവരും ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സ്ഥിതിവിശേഷം നിങ്ങളൊക്കെ അത് അനുഭവിച്ച് കാണും. ഞങ്ങൾക്കൊരു സാറുണ്ടായിരുന്നു, ദ കുക്കു എന്ന് പറയുന്ന ഒരു കവിത അദ്ദേഹം പഠിപ്പിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അതിശയം തോന്നി, അദ്ദേഹം ഒരു വാക്ക് പോലും മലയാളത്തിൽ പറഞ്ഞില്ല. അപ്പം ഞങ്ങൾക്ക് കുക്കു എന്താണെന്ന് പോലും മനസ്സിലായില്ല. അദ്ദേഹം ആദ്യം നമ്മുടെ കുയിലാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രശ്നമെല്ലാം അവസാനിച്ചാണ്. പക്ഷേ ഒരു ഫുൾ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ കുക്കുവാണല്ലോ എന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ട്രഗിളുള്ള കാലമായിരുന്നു ആ കാലഘട്ടത്തിൽ. എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുക, ക്ലാസ്സിൽ പറയുന്നത് മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു അന്നത്തെ ചർച്ചകൾ. പക്ഷേ എത്രയോ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഞാനിവിടെ എത്തുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയെ പറ്റി പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഫൗണ്ടേഷൻ പോലെ തന്നെ ഒരു ഭാഷയിൽ കേന്ദ്രീകരിച്ചാണ് അവരുടെ പഠനം നടക്കുന്നത്. അത് ലോകത്തു നിന്ന് ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളുമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഏകദേശം 14,000 സ്റ്റുഡൻസാണ് 4-5 ക്യാമ്പസുകളിലായി അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനമായി അവർ ചെയ്തിരിക്കുന്നത് ഒന്ന്, ഭാരത സംസ്കാരത്തിനെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്. എന്തൊക്കെ അവർ ചെയ്യുന്നെങ്കിലും അവിടെ എല്ലാ സമയത്തും എപ്പോഴും അവർ ഓർമ്മിപ്പിക്കുന്നത് 1939-ലോ 32-ലാണെന്ന് തോന്നുന്നു ആ കലാലയം സ്ഥാപിച്ചതിന് ശേഷം ഇന്ന് വരെ അവർ ഭാരത സംസ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. എല്ലാ ചടങ്ങുകളും ആരംഭിക്കുന്നത് സംസ്കൃത ശ്ലോകത്തിലാണ്. പലരും പ്രസംഗിക്കുന്നത് പോലും സംസ്കൃതത്തിലാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ലോകവ്യാപകമായ ഒരു വിദ്യാഭ്യാസ പരിപാടി അവർക്കുണ്ട്. അപ്പോൾ ഭാഷ എല്ലാം ഇംഗ്ലീഷിലായില്ലെങ്കിൽ തന്നെയും ലോകത്തെ മുഴുവൻ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണത്. കുട്ടികൾ സാൻസ്ക്രിറ്റൊന്നും പഠിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവിടുത്തെ ഒരു സംസ്കാരം, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒരു വളരെ വ്യത്യസ്തമാണ് നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളെക്കാളും. അപ്പോൾ അതൊരു വളരെ അനുഗ്രഹമായി എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണെങ്കിൽ പോലും അവിടെയും എപ്പോഴും ഇന്ത്യയുടെ സെൻട്രൽ റോൾ എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു ചർച്ച. അവർക്കെല്ലാം അറിയേണ്ടിയിരുന്നത്, ഞാൻ ഇത്തവണ അവിടെ പോയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ അടുത്ത സന്ദർശനം എങ്ങനെയാകും എന്നുള്ളതാണ്. കാരണം ഇന്ത്യ ലോകത്തിൻ്റെ മധ്യസ്ഥലത്തേക്ക് എത്തിക്കുന്നുവെന്ന് നമ്മൾ പണ്ട് തൊട്ടേ വിചാരിക്കുന്നുണ്ട്. ഒരു മഹാത്മാഗാന്ധി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട ഒരു ലോകശക്തിയാകാൻ, അല്ലേ? ഒരു മഹാത്മാഗാന്ധി ജനിച്ച രാജ്യത്തിന് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധ്യമാകില്ല. അങ്ങനെയാണ് നമ്മുടെ എല്ലാം വിശ്വാസം. പക്ഷേ അതിൽ നിന്ന് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലം മുതൽ നമ്മളൊരു സമാധാന ദൂതന്മാരായിട്ടാണ് കണ്ടിരുന്നത്. അത് മാറിയത് 1962-ലാണ്. നമ്മൾ സമാധാന ദൗത്യം കൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് മാത്രം കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമ്മൾ 1962-ലാണ് പഠിച്ചത്. അപ്പോൾ അതിനുശേഷം ഇന്ത്യ ഒരു പീസ് മേക്കർ റോളിലല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു സർവൈവൽ റോളിലായി മാറി. അപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇന്ത്യയെ ആളുകൾ കാണുന്നത് ലോകത്തിൽ നല്ല സ്ഥാനം നേടാൻ വേണ്ടി അനവരതം ശ്രമിക്കുന്ന ഒരു രാജ്യം. അത് നല്ല വഴിയിലൂടെ അങ്ങനെയുള്ളതായിട്ടാണ് കാണുന്നത്. ഒരു സമാധാന ദൗത്യം എന്ന പണ്ഡിറ്റ് നെഹ്റുവിനുണ്ടായിരുന്ന അല്ല ഇന്നത്തെ നമ്മുടെ വിദേശ നയം. പക്ഷേ ഇത്തവണ നമ്മുടെ പ്രധാനമന്ത്രി
അമേരിക്കയിൽ പോയതും ക്വാഡ് എന്ന സമ്മേളനത്തിൽ പങ്കെടുത്തതും അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ത്യക്കാരോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഐക്യരാഷ്ട്ര സംഘടനയിൽ പോയി ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ് അതിനെപ്പറ്റി സംസാരിക്കാൻ പോവുകയാണ് അദ്ദേഹം. അതുപോലെ ധാരാളം കാര്യങ്ങൾ ഒരു 2-3 ദിവസം കൊണ്ട് നേടിയെടുക്കുന്നു. എന്താണ് അതിൻ്റെ കാരണങ്ങൾ, അതുകൊണ്ട് എങ്ങനെയാണ് ഇത് വരാൻ പോകുന്നത്, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം വളരെ രാജ്യസ്നേഹത്തോടുകൂടി അവരൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇതിലൊന്നും നമുക്ക് മാത്രമായിട്ട് ഇതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം ഒരു മീഡിയേഷൻ അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിൽ സമാധാനം സ്ഥാപിക്കാനുള്ള സഹായം ചെയ്യുക എന്നുള്ളത് നമ്മളധികം ചെയ്യാറില്ല. കാരണം നമുക്ക് ആ സഹായം വേണ്ട എന്നാണ് നമ്മുടെ നയം. അത് നടന്ന എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. താഷ്കൻഡിൽ നമ്മളൊരു അനുനയന ശ്രമത്തിന് പാകിസ്ഥാനുമായിട്ട് ശ്രമിച്ചപ്പോൾ ഉണ്ടായ നമ്മുടെ അറിവ് ഇങ്ങനെയുള്ള മീഡിയേഷനിലൊന്നും വലിയ കാര്യമില്ല. കാരണം മീഡിയേറ്റർ എന്ന് പറയുന്ന ഒരു രാജ്യം ചെയ്യുന്നത് 2 പേരെയും ഹേർട്ട് ചെയ്താലും സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കൊരു പ്രധാനമന്ത്രിയെ നഷ്ടപ്പെട്ടത്. ലാൽ ബഹദൂർ ശാസ്ത്രി ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ ശവശരീരമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അന്ന് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്, ഈ മീഡിയേഷൻ നമ്മൾ ചെയ്യില്ല, ആരോടും ചെയ്യാൻ നമുക്ക് ആഗ്രഹമില്ല, എല്ലാവരും 2 പേരും ഉഭയകക്ഷികൾ തമ്മിൽ തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്നാണ്. അപ്പോൾ അതിൽ ചെറിയ മാറ്റത്തോടു കൂടിയാണ് ഇത്തവണ ഇന്ത്യ പെരുമാറിയിട്ടുള്ളത്. എങ്ങനെയെങ്കിലും യുക്രൈൻ-റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമോ? അത് കഴിയുന്ന കാര്യമൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനുള്ള സമയവുമായിട്ടില്ല. പക്ഷേ ആ ഒരു പുതിയ റോൾ, അതായത് പണ്ഡിറ്റ് നെഹ്റുവിനുണ്ടായിരുന്ന 62-ന് മുമ്പുള്ള ഒരു റോളാണ് ഇപ്പോൾ അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ അവസാനിക്കുമെന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യയെ എല്ലാവരും നോക്കുന്നത് ഈ കലുഷമായ അന്തരീക്ഷം മാറ്റാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നല്ലാതെ നമുക്കതിലൊന്നും ചെയ്യാനില്ല. കാരണം ലോകസ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള അതാണ് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ ഞാനത് കണ്ടത്. അതാണ് എല്ലാവരുടെയും ചിന്ത, അത് മാത്രമായിരുന്നു. എങ്ങനെയാണ് നമുക്ക് ഇന്ത്യക്ക് ഈ ഒരു റോൾ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മൾ ഇതുപോലെ സംസ്കാരത്തിന് വേണ്ടിയും നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടിയും ഒക്കെ ശ്രമിക്കുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് കേരളത്തിൽ നമ്മുടെ കൃഷ്ണ സാറിൻ്റെ ഫൗണ്ടേഷൻ നടക്കുന്നത് എന്നുള്ള ചിന്തയും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ പറഞ്ഞാൽ ഉദ്ഘാടന സമയത്തേക്കാൾ സമാപന സമ്മേളനത്തിൽ വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം ഇതെല്ലാം ഒന്ന് പഠിച്ചിട്ട് സംസാരിക്കാമല്ലോ. ഇല്ല, ഞാൻ ഓർക്കുന്നത് ശ്രീ നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിനൊരു പുതിയ ആശയം വന്നു. ആദ്യത്തെ പ്രധാനമന്ത്രിയായ ഉടനെ തന്നെ എല്ലാവരും അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ തുടങ്ങി. ഇത് ഉദ്ഘാടനം ചെയ്യണം, അത് ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്തിനാണ് ഈ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നത്? കാരണം ഞാൻ അവിടെ പോകുമ്പോൾ എനിക്കൊന്നും അറിയില്ല സംഘടനയെപ്പറ്റി. എനിക്കൊന്നും അറിയാതെ അവിടെ പോയി ഞാൻ കുറേ ഉപദേശങ്ങൾ കൊടുക്കും. അതിൽ യാതൊരു അർത്ഥമില്ല. അതുകൊണ്ട് മാറ്റണം. പ്രധാനമന്ത്രി സമാപന സമ്മേളനത്തിലേ പോവുകയുള്ളൂ. അദ്ദേഹം ഉദ്ഘാടന സമ്മേളനത്തിൽ പോവുകയില്ല. അതൊരു വലിയ പ്രശ്നമായി മാറി. ഡൽഹി മുഴുവനും എന്ത് ചെയ്യണം പ്രധാനമന്ത്രിയെ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ ഉദ്ഘാടനത്തിന് വരില്ല, പക്ഷേ സമാപനത്തിന് ഞാൻ വരും. അപ്പോഴത്തേക്ക് അവിടെ നടന്നതെല്ലാം എന്താണെന്ന് എന്നെ മനസ്സിലാക്കി തരണം. അപ്പം ഞാൻ എൻ്റെ ഉപദേശം തരാം. പക്ഷേ അത് നടന്നില്ല. പ്രധാനമന്ത്രിക്ക് പോലും ചെയ്യാത്ത പല കാര്യങ്ങൾ ലോകത്തുണ്ടല്ലോ. ഉദ്ഘാടനം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ജോലി. അപ്പം നരസിംഹറാവിന് സാധിച്ചില്ല. കുറേയൊക്കെ അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തു. എന്നിട്ടും അവസാനം ഉദ്ഘാടനത്തിന് തന്നെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആശയമുണ്ട്. സമാപന സമ്മേളനത്തിൽ പോകുമ്പോൾ ഇപ്പോൾ തന്നെ ശ്രീ എഴുമറ്റൂരിൻ്റെ ഒരു സ്വാഗത പ്രസംഗമായിരുന്നില്ല. അതൊരു ഒരു ട്രീറ്റിസ് ആയിരുന്നൊരു റിസർച്ച് പേപ്പർ, ഇവിടെ എന്തൊക്കെയാണ് നടന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ് നടന്നതെന്ന് എനിക്ക് നിങ്ങളെല്ലാം അതിൽ പങ്കെടുത്തവരാണ്. ഞാൻ പങ്കെടുത്തില്ലെങ്കിലും പങ്കെടുത്തതുപോലെയൊരു അനുഭവമാണ് എനിക്കുള്ളത്. അതിൽ നിങ്ങളെല്ലാം അനുമോദിക്കുന്നു. ഈ പ്രവർത്തനം നിങ്ങളെല്ലാം ഇതിൽ ഓരോ തരത്തിൽ ഇടപെട്ടിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അനുമോദനങ്ങളും ആശംസകളും തരാൻ മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. ചെയ്യുകയും ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. ഈ സമ്മേളനത്തിൻ്റെ അഭിനന്ദനായ അധ്യക്ഷൻ, നമ്മൾക്ക് പ്രിയങ്കരനായ
സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രതീകം എന്ന നിലയിൽ നമ്മൾ സ്നേഹിക്കുന്ന ശ്രീ പന്ന്യൻ രവീന്ദ്രൻ സർ, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഭിവന്ദ്യനും പ്രിയങ്കരനുമായ ഡോക്ടർ ടി പി ശ്രീനിവാസൻ സർ, ഇവിടെ സന്നിഹിതനായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജി ശ്രീറാം, എൻ കൃഷ്ണപിള്ള നാടകവേദിയുടെ 17ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ കലാധരൻ സർ, കൃതജ്ഞത പറയുന്ന ഡോക്ടർ BV സത്യനാരായണ ഭട്ട്, സ്വാഗതം ആശംസിച്ച ഈ ഫൗണ്ടേഷൻ്റെ എല്ലാമായ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ പ്രിയപ്പെട്ടവരായ സദസ്യർ, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഈ ആകാശവാണിയുമായിട്ട് സഹകരണം ആരംഭിച്ചതിൽ പിന്നെ ഈ സമ്മേളനങ്ങളിൽ ഒന്നിലധികം തവണ പ്രത്യക്ഷപ്പെടാൻ ഇടയാവാറുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള V ശിവകുമാർ വരാതെ ഇരുന്നതുകൊണ്ട്, അദ്ദേഹം വേറൊരു സന്ദർഭത്തിൽ പോയതുകൊണ്ട് ഞാൻ ഉദ്ഘാടന സമ്മേളനത്തിലും സമാപന സമ്മേളനത്തിലും പങ്കെടുത്തു. ഇത്തവണ അദ്ദേഹം സന്നിഹിതനായിരുന്നു. ആകാശവാണിയുടെ സഹകരണം എന്നത് ഇത് എഴുമറ്റൂർ സാറിൻ്റെ മനസ്സിലുണ്ടായ ഒരാശയമാണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ 3ാമത്തേതാണെന്ന് തോന്നുന്നു, അല്ലേ? 4ാമത്തേതാണ്. അപ്പോൾ അദ്ദേഹം അന്ന് ശ്രീമതി മീരാറാണി ആകാശവാണിയുടെ പ്രോഗ്രാം ചുമതലക്കാരിയായി ഇരിക്കുമ്പോഴാണ് ഈ ആശയമുണ്ടായത്. അന്നതത്ര സാധ്യമാണോ എന്ന് ആദ്യ സമയത്ത് സംശയമായിരുന്നു നമുക്ക്. അങ്ങനെ ഒന്ന് അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം അവിടെ വരാനിടയായതും അതേപ്പറ്റി സംസാരിക്കാനിടയായതും. അന്ന് അത് അനായാസം സാധിച്ചു. പിന്നെ ഇങ്ങോട്ട് എല്ലാ വർഷവും ആകാശവാണിയുടെ സഹകരണം ഈ ചടങ്ങിൽ ഉണ്ടാവുന്നു. അത് എല്ലാ അർത്ഥത്തിലും ഉണ്ടാകേണ്ടതാണ് എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം ഇങ്ങനെ നടക്കുന്ന ഒരു വാർഷിക ചടങ്ങ് തിരുവനന്തപുരത്ത് വേറെ ഏതെങ്കിലും ഇല്ല. നമുക്ക് ആ സാധാരണഗതിയിൽ ഒരു സമ്മേളനത്തിൻ്റെ പലപ്പോഴും ഏറ്റവും മോശപ്പെട്ട ഭാഗം സ്വാഗത പ്രസംഗമായിരിക്കും. അത് EV കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ ചിരിയും ചിന്തയും എന്ന പുസ്തകത്തിൽ ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട് സ്വാഗത പ്രസംഗത്തെക്കുറിച്ച്. നമ്മളിപ്പോഴൊക്കെ ലേഖനം വായിച്ച് ചിരിച്ചിട്ട് ഒരുപാട് നാളായി. ഇപ്പോൾ നമ്മൾ ഗവേഷണ പ്രബന്ധമൊക്കെ വായിച്ച ആളുകൾ ചിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാലത്ത് സ്വാഗത പ്രസംഗത്തെ പറ്റി ഒരു ലേഖനം തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റേതായിട്ട്. പക്ഷെ ഞാൻ ഈ സ്വാഗത പ്രസംഗം കേൾക്കുമ്പോൾ വിചാരിച്ചത് ഇങ്ങനെയും സ്വാഗത പ്രസംഗമാകാം എന്നാണ്. C രാധാകൃഷ്ണൻ സാർ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ശ്രീകുമാറെ, ഈ സ്വാഗത പ്രസംഗത്തിൽ ഇന്നത്തെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അതുപോലെ എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ഘാടകനെ കുറിച്ച് പറഞ്ഞാൽ തൊട്ടു പുറകെ ഈ സ്വാഗത പ്രസംഗകനെ അടുത്ത ആളുമായിട്ട് ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ചേർക്കണമല്ലോ. അതുകൊണ്ട് അദ്ദേഹം അതുപോലെ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആളുടെ കാര്യം പറയുക. സാറ് പറഞ്ഞു ഉദ്ഘാടകനെ പോലെ അല്ലല്ലോ, എന്തായാലും തൊട്ടടുത്ത് വരുന്നയാൾ. പക്ഷെ ഇതിങ്ങനെ ചില കൂട്ടിച്ചേർക്കലുകൾ MK അർജുനൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. കൊച്ചിയിൽ ഒരു സ്വാഗത പ്രസംഗം നടക്കുമ്പോൾ മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ MK അർജുനൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ കൊച്ചിയിൽ ജനിച്ചു വളർന്നത് എന്ത് വ്യർത്ഥമായി പോയി എന്ന് തോന്നി എന്ന് അദ്ദേഹം പറയും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ അത് ആസ്വദിച്ചിരിക്കത്തക്ക വിധത്തിൽ അദ്ദേഹം സംസാരിച്ചു. അത് അദ്ദേഹത്തിന് സരസ്വതി കടാക്ഷം എന്ന് പറയുന്ന ഒന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കണം. മറ്റൊന്നുകൂടി എനിക്കിതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. ലോകത്തിലെവിടെയെങ്കിലും ശ്രീനിവാസൻ സാറിന് പരിചയമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുണ്ടെങ്കിൽ ഈ സമ്മേളന നടത്തിപ്പിനെ പറ്റി ഒരു കോഴ്സ് നടത്തുമെങ്കിൽ അതിൻ്റെ വൈസ് ചാൻസലറായി നിയമിക്കാവുന്നതാണ് ഈ എഴുമറ്റൂർ സാറിനെ. നമുക്ക് സാറിൻ്റെ പ്രധാനപ്പെട്ട സംശയങ്ങളിലൊന്ന് നാളെ മുതൽ എന്ത് ചെയ്യും എന്നാണ്. ഇതിൽ വന്ന ആളുകൾക്കാണ് കേട്ടോ. സാറിനെ സംബന്ധിച്ച പ്രശ്നമില്ല. സാർ അടുത്ത വർഷത്തെ സമ്മേളനത്തിൻ്റെ സംഭവങ്ങൾ നാളെ ആരംഭിക്കും. അതുകൊണ്ട് സാറിന് ചുമ്മാതിരിക്കേണ്ടി വരില്ല. സാർ എത്ര മാസം മുമ്പേ ഇത് ആരംഭിക്കും എന്നറിയാമോ? സാർ ഇത് വളരെ മാസങ്ങൾക്ക് മുമ്പേ ആകാശവാണിയിൽ വരും. അതിൻ്റെ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അത് സൈൻ ചെയ്യും. അത് കഴിഞ്ഞ് അധികം വൈകാതെ സാർ ഇതിൻ്റെ ആളുകളെ തീരുമാനിക്കും, കാര്യങ്ങൾ തീരുമാനിക്കും. അത് നമ്മളെ കൃത്യസമയത്ത് അറിയിച്ചുകൊണ്ടിരിക്കും. സാറിനോട് വിളിച്ചിട്ട്
ഞാൻ ശ്രീകുമാർ അപ്പോൾ എന്ന് വരണം ഡയറക്ടറെ കാണാൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ചിട്ട് പറയാം, സാറിന് അതിൻ്റെ കത്തൊക്കെ തയ്യാറാക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സാറ് പറയും, കത്തൊക്കെ തയ്യാറാക്കി ഞാൻ നേരത്തെ തന്നെ വെച്ചിരിക്കുകയാണ്, വിളിക്കാത്ത താമസമാണ് സാറ് വരാൻ. ഈ സംഘാടനത്തിൻ്റെ ഈ സമയനിഷ്ഠയുടെ ആകാശവാണിയും എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷനും എന്ന് പറയത്തക്ക വിധത്തിലാണ് ഈ സമയനിഷ്ഠ. എത്ര കൃത്യമായിട്ടാണ് 5:30 എന്ന് പറഞ്ഞാൽ 5:30 സമ്മേളനം ആരംഭിക്കുക. അതിൽ ആര് വന്നു വന്നില്ല എന്നതൊന്നും വിഷയമല്ലാത്ത വിധത്തിൽ അങ്ങനെ മാതൃകാപരമായി ഇത് സംഘടിപ്പിക്കുന്നു എന്നത് വലിയ ഒരു കാര്യമാണ്. അതൊക്കെ ഇതിൻ്റെ ധനാത്മകമായ ഗുണാത്മകമായ വശങ്ങളാണ് എന്ന് നമ്മൾ പറയണം. നമ്മളിത് എൻ കൃഷ്ണപിള്ള സാറിൻ്റെ പേരിലാണ് സംഘടിപ്പിക്കുന്നത്. ഇവിടെ നടത്തുന്ന ഓരോ വാക്യവും എൻ കൃഷ്ണപിള്ള അനുസ്മരണമാണ്. ഇപ്പോൾ ശ്രീനിവാസൻ സാറ് ഇൻ്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതെല്ലാം എൻ കൃഷ്ണപിള്ള അനുസ്മരണമാണെന്ന് വേണം വിചാരിക്കണം. അത്രയ്ക്ക് ഇവിടെ സംസാരിക്കുന്നത് എന്തും എൻ കൃഷ്ണപിള്ള അനുസ്മരണമായി തീരുന്ന വിധത്തിൽ ഇതിലങ്ങനെ എല്ലാ അണുവിലും അംശത്തിലും ആകെയും എൻ കൃഷ്ണപിള്ള എന്ന മഹാപ്രതിഭയുടെ പ്രകാശപ്രസരമുള്ളതാണ് സകലതും എന്ന് പറയത്തക്ക വിധത്തിൽ ആണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ചൊരു അനുസ്മരണം എന്നത് പലപ്പോഴും ആവശ്യമില്ല. മാത്രമല്ല, ഇന്ന് രാവിലെ നടന്ന സെമിനാർ എനിക്ക് വലിയ മോഹഭംഗമുണ്ടായത് അതിൽ കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. കാരണം അത് പ്രതിപാത്രം ഭാഷണഭേദം എന്ന കൃതിയെ സംബന്ധിച്ചായിരുന്നു. അതിൽ പ്രബന്ധ അവതാരകരായി ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ വലിയ ആദരവർഹിക്കുന്ന അവരാണ്. നടുവട്ടം ഗോപാലകൃഷ്ണൻ സാറ് പങ്കെടുത്തോന്ന് എനിക്കറിയില്ല, ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. ഡോക്ടർ VR പ്രബോധേന്ദ്രൻ നായർ സാറ്, ഡോക്ടർ MN രാജൻ സാറ്, ഡോക്ടർ C ഉദയകല. രാജൻ സാറിനെയൊക്കെ അങ്ങനെ ഒരു സ്ഥലത്ത് പേര് കണ്ടിട്ട് കുറേ നാളായി. ആകാശവാണിക്ക് പ്രഭാഷണത്തിന് വിളിക്കുമ്പോഴൊക്കെ സാറിന് ചെറിയ ചെറിയ അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് കുറേ നാളായി അങ്ങോട്ട് വന്നിട്ടും. സാറൊക്കെ സർവാദരണീയനായിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. എനിക്ക് സാറിൻ്റെ ഭാഷ, സാറിൻ്റെ പ്രബന്ധാവതരണ രീതിയൊക്കെ എനിക്ക് അത്യധികം ഇഷ്ടമാണ്. അത് വ്യക്തിപരമായ ഇഷ്ടം മാത്രമല്ല എന്ന് ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കും. അതുകൊണ്ട് കേൾക്കാതെ പോയതിലുള്ള സങ്കടം എനിക്കുണ്ട്. ആ പുസ്തകം മലയാളത്തിലെ ഏറ്റവും എന്താണ് പറയേണ്ടത്, ഏറ്റവും അനന്യമായ പുസ്തകങ്ങളിലൊന്നും നമുക്ക് പറയാം. പലപ്പോഴും ഒന്ന് മറ്റൊന്ന് പോലെ എന്ന് പറയുന്നത് പോലെ അല്ലാത്ത അനന്യമായ കൃതിയാണ് അദ്ദേഹത്തിൻ്റേത്. കൃഷ്ണപിള്ള സാറിൻ്റെ നാടകങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ എത്രയോ പഠനങ്ങൾ ഉണ്ടായിരിക്കുന്നു, എത്രയോ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു, എത്രയോ തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒരു കൃതി എങ്ങനെയാണ് കാലത്തെ കടന്ന് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതൊരു ആസ്വാദനത്തിൻ്റെ ഒരു ചക്രം പൂർത്തിയാക്കുകയും ആ ചക്രം നിരന്തരം ആവർത്തിക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമേ അത് നിലനിൽക്കൂ. ആസ്വാദനത്തിൻ്റെ ചക്രത്തിൽ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് വിച്ഛിത്തി വരുന്ന കൃതികളാണ് പിന്നീട് ഒരിക്കലും സ്മരിക്കപ്പെടാതെ പോകുന്നത്. നമ്മളുടെ ഏത് പുരാതന കൃതി മുതൽ നമ്മളിങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാലും ആ ആസ്വാദന ചക്രം പൂർത്തിയാക്കി പിന്നെയും പിന്നെയും അത് ആവർത്തിക്കുന്നത് കൊണ്ടാണ് ആ കൃതികൾ നിലനിൽക്കുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. നമ്മളുടെ തന്നെ ഭാരതത്തെ മാത്രം ഉദാഹരണമാക്കിയെടുത്താൽ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും കാളിദാസ കൃതികളുടെയും എല്ലാം കാര്യമെടുത്താൽ അത് അനുവാചകരിൽ നിന്ന് അനുവാചകരിലേക്ക് സഞ്ചരിച്ച് അവരിൽ വീണ്ടും വീണ്ടും പുതിയ ആശയ തലങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നതുകൊണ്ടാണ് അത് ആവർത്തിച്ച് നിലനിൽക്കുന്നത്. കാളിദാസനൊപ്പം കവിത എഴുതിയ എത്രയോ പേരുണ്ടായിരുന്നിരിക്കണം. ഒരുപക്ഷെ കാളിദാസനേക്കാൾ മികച്ചത് സർവ്വലക്ഷണങ്ങളും തികഞ്ഞ കവിത എഴുതുന്നവർ എന്ന നിലയിൽ ശ്ലോകങ്ങളിൽ പ്രകീർത്തിക്കപ്പെട്ട ആളുകളൊന്നും നമ്മളുടെ മുമ്പിലില്ല. നമ്മൾക്ക് കാളിദാസൻ എഴുതിയ ഭാഷ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, സംസ്കൃതം നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, കാളിദാസൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുമില്ല. ഇതാണോ ശരിയായ പേരെന്ന് നമുക്കറിഞ്ഞുകൂടാ, അദ്ദേഹം ജനിച്ച സ്ഥലം അറിഞ്ഞൂടാ. പക്ഷേ ആ കൃതി ഇങ്ങനെ ആസ്വാദന ചക്രം പൂർത്തിയാക്കി പിന്നെയും 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 നമ്മളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആസ്വാദന ചക്രം പലതവണ കറങ്ങണം. അത് നമ്മൾ ഈ ഭാരതീയരായിട്ടുള്ള ആളുകൾ സകലതും ഒരു ചക്രമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. പ്രപഞ്ചം ഒരു ബ്രഹ്മാണ്ടം എന്നൊരു ചക്രമാണ്, നമ്മളുടെ ജീവിതം ഒരു ചക്രമാണ്. അപ്പോൾ ആസ്വാദനത്തിനുമുണ്ട് അങ്ങനെ ഒരു ചക്രം. അത് സൃഷ്ടാവിൽ നിന്ന് പുറപ്പെട്ട് അത് ആസ്വാദകനിലെത്തി അത് വീണ്ടും സഞ്ചരിച്ച് അതങ്ങനെ പല പല കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് എൻ കൃഷ്ണപിള്ള സാറിൻ്റെ കൃതികൾ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം ആ കൃതി നമ്മളോട് എല്ലായ്പ്പോഴും അത് സാമൂഹികമായ ചില ചോദ്യങ്ങൾ അത് എഴുതിയ കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേറിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
എന്തുകൊണ്ടാണ് നമ്മൾ മഹാഭാരതം ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അത് എഴുതിയ കാലത്തിൽ നിന്ന് വേറിട്ട് നമ്മളോട് നമ്മളുടെ സമകാലികാവസ്ഥയിൽ വന്ന് നിന്ന് അത് നമ്മളോട് നിരന്തരമായി വായിക്കുന്ന ആളോട്, കേൾക്കുന്ന ആളോട്, അറിയുന്ന ആളോട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ള. കൃഷ്ണപിള്ള സാറിൻ്റെ കൃതികൾ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലെ സ്ത്രീകൾ പുരുഷന്മാരോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചു. അത് ആ നിലനിന്ന സാമൂഹികാവസ്ഥ എന്നത് ആ കാലത്തെ സാമൂഹികാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് കൃഷ്ണപിള്ള സാർ അത് എഴുതിയതെങ്കിലും ആ സാമൂഹികാവസ്ഥയിൽ നിന്ന് മാറ്റം വരുമ്പോഴും ജീവിതത്തിന് മാറ്റം വരുമ്പോഴും അത് ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ നാടകം വീണ്ടും കാണാൻ താല്പര്യമുള്ളത്. ഇവിടെ ഞാൻ പലതവണ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്, സാറിൻ്റെ നാടകങ്ങൾ. ശ്രീ എസ് രാധാകൃഷ്ണൻ സംവിധാനം ചെയ്തൊരു കന്യക എന്ന് പറയുന്ന നാടകം കണ്ടു. അതിൻ്റെ അവസാനം അതിലെ പ്രധാന നടി, അതിനകത്ത് ആ നാടകം അവസാനിക്കുമ്പോൾ അവർക്ക് നാടകത്തിൽ നിന്ന് വേറിട്ട് പോരാൻ കഴിയാതെ അവർ ആ സ്റ്റേജിൽ പൊസസ്ഡായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആസ്വാദകരും അതുപോലെ അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. നാടകത്തിൻ്റെ ശക്തി എന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയും തോപ്പിൽ ഭാസി എന്തുകൊണ്ടാണ് KPSCയിൽ അവതരിപ്പിക്കാൻ വേണ്ടി N കൃഷ്ണപിള്ള സാറിൻ്റെ നാടകങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അത് ഗുരുഭക്തി കൊണ്ടാണ് എന്ന് നമ്മൾ പറയും. അത് ഗുരുഭക്തി മാത്രമല്ല. എന്തായിരുന്നു KPSCയുടെ പ്രത്യേകത? KPSC ഏറ്റവും ജനപ്രിയമായ നാടക സമിതിയായിരുന്നു. ഏറ്റവും ജനപ്രിയമായ നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സമിതിയാണ്. അതിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി അതെല്ലാ സ്ഥലത്തും അത് ജനങ്ങളോട് നിരന്തരമായി അത് പുതിയ പുതിയ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച നാടക സമിതിയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വീണ്ടും വീണ്ടും ഒരേ തരത്തിൽ ആവർത്തിക്കാമെന്നുണ്ടായിരിക്കെ അതങ്ങനെ ആവർത്തിക്കാതെ ജീവിതത്തിൻ്റെ വിഭിന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു നാടകരചയിതാവും സംവിധായകനും അവിടെ ഉണ്ടായിരുന്നു, തോപ്പിൽ ഭാസി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ പാറ്റേണിൽ അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി വീണ്ടും വീണ്ടും കയ്യടി വാങ്ങാമെന്നുണ്ടായിരിക്കുക. കയ്യടിയിലല്ല താല്പര്യം, ജനങ്ങളുടെ ഇതര വിഷയങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മൂലധനവും മുടിയനായ പുത്രനും പുതിയ ആകാശവും പുതിയ ഭൂമിയും എല്ലാം ഉണ്ടാകുന്നത്. ആ സമിതി N കൃഷ്ണപിള്ള സാറിൻ്റെ നാടകങ്ങൾ സ്വീകരിക്കുന്നത്, ആ നാടകങ്ങൾക്ക് KPSC അവതരിപ്പിക്കുന്ന കാലത്തും അതിന് മറ്റൊരു സാമൂഹികമായ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയും, ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയും എന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെ ആ തരത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് നമ്മൾ വിചാരിക്കാത്തൊരർത്ഥതലമുണ്ട്. അതിൽ സംഭാഷണം വളരെ അധികമാണ് എന്ന് ചില വിമർശനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുമൊക്കെ ഉണ്ട്. സംഭാഷണങ്ങൾ അധികമാണ്. മനുഷ്യൻ്റെ നാടകമുണ്ടായത് ചിലപ്പോൾ സംഭാഷണം ഉണ്ടാകുന്നതിന് മുമ്പായിരിക്കും. കലാധരൻ സാറും രാധാകൃഷ്ണനൊക്കെ ഇരിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആധികാരികമായി പറയാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ സംഭാഷണമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നാടകത്തിൻ്റെ പ്രാദുർഭാവം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ സംഭാഷണം ആരംഭിച്ചതിന് ശേഷം നമ്മളുടെ വേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, നമ്മളൊരു പദത്തിനൊരു നിയതാർത്ഥം ഉണ്ടാവുകയും ആ നിയതാർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ കൂട്ടിച്ചേർത്ത് പുതിയ വാക്യങ്ങൾ ഉണ്ടാക്കുകയും ആ വാക്യങ്ങൾ നമ്മളുടെ ചില ആശയങ്ങളെ പരസ്പരം പ്രകാശിപ്പിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന തരത്തിൽ നമ്മൾ സംഭാഷണം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള നാടകങ്ങളിൽ അതിൻ്റെ ജീവൻ എന്നത്, അതിൻ്റെ രംഗഭാഷയെ അതിനെ ഏറ്റവും അധികം പ്രചോദിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ സംഭാഷണങ്ങളാണ്. N കൃഷ്ണപിള്ള സാർ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലെ സംഭാഷണങ്ങളിലൂടെ ശ്രമിച്ചത്, അത് ഓരോരുത്തർക്കും ഓരോ ഉപാധികളാണ്. ഈ മർത്യജീവിത സങ്കീർണതകളെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് ഓരോ മനുഷ്യർക്ക് ഓരോ ഉപാധിയാണ് അവർ സ്വീകരിക്കുക. കഥകളിയും ശ്രമിച്ചത് അതിനാണ്. അവരുടെ പൗരാണിക കഥാപാത്രങ്ങളെ ഉപയോഗിച്ച് അവരുടെ ജീവിത സങ്കീർണതകളെ എങ്ങനെ മനുഷ്യൻ്റെ മുന്നിൽ എത്തിക്കാം എന്നാണ്. ആ സങ്കീർണതകളെ എത്തിക്കാത്ത കലാരൂപങ്ങൾക്കൊക്കെ കനം കുറഞ്ഞിട്ട് കാറ്റത്ത് പാറിപ്പോവും. അങ്ങനെ കനം കുറഞ്ഞ് കാറ്റത്ത് പാറിപ്പോവാതെ നിലനിൽക്കുന്ന കലാരൂപങ്ങളും കൃതികളുമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. N കൃഷ്ണപിള്ള സാർ ഈ സംഭാഷണങ്ങളിലൂടെ ശ്രമിച്ചത്, അദ്ദേഹം ഈ നമ്മളുടെ ജീവിതം അനുഭവിക്കുന്ന സാമൂഹിക ജീവിതത്തിലെ സങ്കീർണതകളെ എങ്ങനെ എനിക്ക് മറ്റുള്ളവരിലേക്ക്, അത് മനുഷ്യരിലേക്ക് എത്തിക്കാം എന്നാണ്. അകത്തൊരു കടലുണ്ട് എന്ന് നമ്മൾ പറയത്തില്ലേ, നമ്മളുടെ ഉള്ള എന്നിലെ അലയാഴിക്ക് എന്തിനീ അസ്വസ്ഥത എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ നമ്മളുടെ അകത്തൊരു കടലുണ്ട്. ആ അകത്തെ കടൽ നിരന്തരമായിട്ട് തിരയടിക്കുകയും സ്പന്ദിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ തിരയടി വല്ലാതെ വർദ്ധിക്കുമ്പോൾ അതെനിക്ക് പുറത്തേക്ക് പറഞ്ഞേ മതിയാവൂ എന്ന് തോന്നുമ്പോൾ അതിനുതകുന്ന മാധ്യമങ്ങളിലേക്ക് ഓരോ മനുഷ്യരും എത്തിപ്പെടുകയാണ് ചെയ്യുക. ചിലർ കഥാപ്രസംഗം പറയുന്നത് അതുകൊണ്ടാണ്, ചിലർ കവിത എഴുതുന്നു, വേറെ ചിലർ നാടകം അഭിനയിക്കുന്നു, മറ്റൊരാൾ മൂകാഭിനയം ചെയ്യുന്നു. ഇതൊക്കെ നമ്മളുടെ ഉള്ളിലെ അടങ്ങാത്ത കടലിൻ്റെ നമ്മളുടെ പ്രകാശനമാണ്. കൃഷ്ണപിള്ള സാറിൽ അങ്ങനെ അടങ്ങാത്ത ഒരു കടൽ എല്ലാ കാലത്തും മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം പൊട്ടിച്ചിരിക്കുമായിരുന്നു എന്നെല്ലാവരും, ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ, പൊട്ടിച്ചിരിക്കുമായിരുന്നു. നർമ്മരസപ്രധാനമായി സംഭാഷണം നടത്തുമായിരുന്നു. വളരെ വിപുലമായ ഗവേഷണ കൃതികൾ എഴുതുമായിരുന്നു. നല്ല വിമർശനങ്ങൾ എഴുതുമായിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം അദ്ദേഹത്തിലെ നാടകകാരൻ
അന്തരാ വിഷാദിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടാവണം, അന്തരാ സങ്കടപ്പെട്ടുകൊണ്ടേ ഇരുന്നിട്ടുണ്ടാവണം, നിരവധി സംഘർഷങ്ങളകത്ത് അനുഭവിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടാവണം. അതിൻ്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളായി നമ്മളുടെ മുന്നിലേക്ക് എത്തിയത്. അത് നമ്മളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഈ സമ്മേളനം കഴിയുന്നതോടുകൂടി ഇവിടെ അദ്ദേഹത്തിൻ്റെ നാടകം വീണ്ടും അവതരിപ്പിക്കപ്പെടും. ഏറ്റവും ഒടുവിൽ കുടത്തിലെ വിളക്ക് എന്ന നാടകം ഇന്നിപ്പോൾ അവതരിപ്പിക്കപ്പെടും. അനന്തപുരം രവി എന്ന അതിപ്രശസ്തനായിട്ടുള്ള എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ നമ്മൾ ചലച്ചിത്രങ്ങളിൽ പോലും നായകനായി വരും എന്നാഗ്രഹിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ സീരിയലിലെ നായകനായിരുന്ന ആളാണ്. എനിക്കൊന്ന് ഇവരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, അതിലല്ലേ ലീല പണിക്കർമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലാണ് അത് ഷൂട്ട് ചെയ്തത്. മുഖത്തലയിലെ വടകോട്ടെന്ന് പറയുന്ന തറവാടിൻ്റെ മുറ്റവും അതിൻ്റെ മുമ്പിലുള്ള വിശാലമായ വയലും വഴിയും ഒക്കെ ആയിരുന്നു അതിൻ്റെ. ആ സീരിയല് ദൂരദർശനിൽ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടുകാരെല്ലാം അത്യാകാംക്ഷയോടുകൂടി ഈ സ്ഥലം ഇങ്ങനെ ഇതിൻ്റെ ഈ ചെറിയ പെട്ടിയിൽ വരുന്നത് കാണാൻ വേണ്ടി കാത്തിരുന്നതിൻ്റെ വലിയ അനുഭവം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് സംവിധാനം ചെയ്യുന്നത്. അതിനകത്ത് എല്ലാം പ്രതിഭാശാലികളാണ് അതിൽ പങ്കെടുക്കുന്നത്. ഹസിം അവരവലെ പോലെയുള്ള വലിയ പുതിയ നാടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രണേതാക്കളായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ ഈ തലമുറയിൽ ഏറ്റവും പുതിയ തലമുറയിലേക്കും ഏറ്റവും പുതിയ അഭിനേതാക്കളിലേക്കും ഏറ്റവും പുതിയ ആസ്വാദകരിലേക്കും എത്തുന്നു എന്നത് അതിൻ്റെ വളരെ വലിയ സവിശേഷതയാണ്. കൃഷ്ണപിള്ള സാറിൻ്റെ ഈ അമ്പലമുറ്റത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അമ്പലമെന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ഷേത്രമാണിത്. ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു മഹാക്ഷേത്രം, അതിലെ മഹാപ്രതിഷ്ഠ കൃഷ്ണപിള്ള സാർ. പിന്നെ കുറേ ഉപക്ഷേത്രങ്ങളുണ്ട്. നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ ഗ്രന്ഥശാല, പഠന ഗവേഷണ കേന്ദ്രം, നാടകവേദി, സാഹിതി സഖ്യം, ബാലവേദി, സ്ത്രീവേദി, ഇങ്ങനെ ഉപക്ഷേത്രങ്ങളും കൂടി ഇവിടെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ഈ ഫൗണ്ടേഷൻ തികച്ചും ഒരു ക്ഷേത്രം തന്നെയാണ്. ഇവിടെ ദർശനം കിട്ടുക എന്ന് പറയുന്ന കാര്യം ഒരു സൗഭാഗ്യമാണ്. ഇതിനു മുമ്പൊരു സദസ്സിൽ ഞാനുണ്ടായിരുന്നു. അന്നും പന്ന്യൻ സാർ തന്നെയായിരുന്നു സ്ഥിരാധ്യക്ഷനാണ്. ഇതിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രഭാഷകനല്ല. അതുകൊണ്ട് കൂടുതൽ ജാമ്യം എടുക്കേണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നതെങ്കിൽ സഹിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ രമേശ് സാർ പറയുകയുണ്ടായി, നാളത്തെ ശൂന്യത എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ്. അത് കേട്ട സന്തോഷം തോന്നി. ഇവിടെ ശൂന്യത ഉണ്ടാകുന്നില്ല, പക്ഷേ ശൂന്യത ഉണ്ടാകുമെന്ന് ചിലർക്കൊക്കെ തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഉത്സവപ്പറമ്പിൽ, ക്ഷേത്രങ്ങളിലെ ഉത്സവപ്പറമ്പിൽ ഉത്സവം കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇനിയിപ്പോൾ നാളെ എങ്ങോട്ടാന്നുള്ള പറയുന്ന അങ്ങനത്തെ ഒരു ക്ഷേത്രാങ്കണത്തിലെ ഒരു അവസ്ഥ വിശേഷം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. സാധാരണ ഒരു 4 ദിവസത്തെ പരിപാടിയെല്ലാം കഴിയുമ്പോൾ ഒന്ന് കഴിഞ്ഞ് കിട്ടി എന്ന് ആശ്വസിക്കുന്നവരാണ് എൻ്റെ സംഘാടകർ പലരും. അച്ഛനെ 4 ദിവസം കൊണ്ട് ഓട്ടിച്ചത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ, ഇനി അടുത്ത വർഷം മതിയില്ല നോക്കാം എന്ന് പറഞ്ഞൊഴിയുന്ന രീതിയിലുള്ള ഒരു സംഗതികളാണ്. ഒരു ഫൗണ്ടേഷൻ ഒരു ദിവസത്തെ സംഭവം നടത്തിയാൽ ഇങ്ങനെ പറയുന്നവരാണ് കൂടുതലുള്ളത്. പക്ഷേ ഇവിടെ അതല്ല. നാളത്തെ ശൂന്യതയെക്കുറിച്ച് വ്യാകുലപ്പെടുകയാണ്. ശൂന്യതയില്ല. ഇവിടെ 365 ദിവസവും ഈ ഫൗണ്ടേഷനിൽ എന്താ പറയുക, ആരാധന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉത്സവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ വലിയ കർമ്മയാണ് ഈ ഇരിക്കുന്നത്. കർമ്മയോഗി എന്നൊക്കെ പറയാം. ഏതായാലും ഇവിടെ വരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട്
മാത്രം വരണമെന്ന് ഉദ്ദേശിച്ചില്ല. എന്നെ വിളിച്ചത് അദ്ദേഹം അറിയിച്ചപ്പോൾ ഈ 4 ദിവസം പങ്കെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ചില ചില്ലറ കാര്യങ്ങൾ കാരണവശാൽ അല്പ ആരോഗ്യത്തിൻ്റെ പ്രശ്നവും അതല്ലാതെ ചില കുടുംബ പ്രശ്നങ്ങളും കൂടെ എത്താൻ പറ്റിയിട്ടില്ല. എങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് ഞാനിവിടെ വന്നത് വേറൊന്നുമല്ല, ഇതിൽ പ്രതിപാത്രം ഭാഷണഭേദം എന്ന വിഷയത്തെക്കുറിച്ചൊരു 8 പേരങ്ങോട്ട് സംസാരിക്കുക. ഇവരൊക്കെ എന്തൊക്കെയായിരിക്കും പറയുക എന്ന് കേൾക്കാനുള്ള കൗതുകമാണ് എനിക്ക്. ഞാനും ഓടിച്ചൊക്കെ ഒന്ന് വായിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയും പേര് പറയാൻ അതിനകത്ത് എന്തിരിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് 7 അല്ല 70 അല്ല 700 പേർക്കും കണ്ടെത്താവുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതിലേറെയുണ്ട്. പ്രതിപാത്രം ഭാഷണഭേദം, ഇപ്പം ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പോകുന്നില്ല. കാര്യം അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്, നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അബദ്ധത്തിലേക്കൊന്നും ചാടുന്നില്ല. പക്ഷേ എന്നെ നയിച്ച ചില സംഭവങ്ങളുണ്ട് ആസ് ആൻ ആക്ടർ. ഈ ഡോക്ടർ പി വേണുഗോപാൽ 2 നാടകങ്ങൾ ഇതിനെ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയും രാമരാജ ബഹദൂറും അധികരിച്ചുകൊണ്ട് 2 നാടകങ്ങൾ എഴുതുകയുണ്ടായി. അതിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു. ഒന്ന് സംവിധായകനായിട്ടും ഒന്നിൽ അഭിനേതാവായിട്ടും. മാർത്താണ്ഡവർമ്മ ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ ഞാനത് വായിക്കുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് വേണുഗോപാൽ ചോദിച്ചു, വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അപ്പം തന്നെ വേണുവിൻ്റെ മുഖം വല്ലാണ്ടായി. സി വി രാമൻപിള്ളയുടെ എല്ലാ അനുസ്മരണ യോഗങ്ങളിലും ഒക്കെ അവരുടെ ഇതിൽ പോവുകയും പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഞാൻ മാർത്താണ്ഡവർമ്മ വായിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ അല്പമാത്രമായി പഠിച്ച ചില കാര്യങ്ങൾ എൻ്റെ കൈവശമുള്ളൂ. അല്ലാതെ മാർത്താണ്ഡവർമ്മ ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചാൽ പോരല്ലോ, വായിച്ചതുകൊണ്ടായില്ല, പഠിക്കണം. പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ മാർത്താണ്ഡവർമ്മ ഞാൻ സംവിധാനം ചെയ്യണമെന്നുള്ളത് ഒരു പക്ഷേ എൻ്റെ ഒരു ആവേശത്താൽ ഒരു നാടകക്കാരൻ എന്നുള്ള അഹങ്കാരമല്ല, ഒരാവശ്യവും കൂടി ആയിരുന്നു എനിക്കത് ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ മാർത്താണ്ഡവർമ്മ വായിച്ചു. ഒരു പിടിയും കിട്ടിയില്ല. ഈ പറഞ്ഞതുപോലെ ഈ ഭാഷണമൊന്നും എനിക്ക് കൈവശം വരുന്നത്, ഞാനൊരു നെയ്യാറ്റിങ്കരക്കാരൻ കൂടിയാണ്. എന്നിട്ട് പോലും എനിക്ക് ആ പ്രദേശത്ത്, ആ ഭാഷയുടെ പ്രദേശത്ത് എത്താൻ പറ്റുന്നില്ല. ഈ സംവിധായകനെ കുറിച്ച് മനസ്സിലാക്കിയാലെങ്കിൽ ഈ അഭിനേതാവിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടത്തിവിടാൻ പറ്റുള്ളൂ. അവരെല്ലാം ഈ ഏരിയയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ കൃഷ്ണപിള്ളയുടെ പ്രതിപാത്രം ഭാഷണഭേദം ഒന്ന് വായിക്കാൻ പറഞ്ഞു. ഞാനും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടില്ല. സത്യമാണ്. നാടകങ്ങൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്, നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, സംഗതിയൊക്കെ ശരിയാണ്. എം കൃഷ്ണപിള്ള എന്ന് കേൾക്കുമ്പോൾ ഒരു നാടകബിംബം എൻ്റെ ഉള്ളിലുണ്ട്, വരുന്നുണ്ട്. അത് പറഞ്ഞു കേട്ടും ഒക്കെ ഉള്ളതാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ കൂടി കടന്നു പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ പുസ്തകം സംഘടിപ്പിച്ചു. അത് നമ്മുടെ കൃഷ്ണപിള്ള സാറുണ്ടല്ലോ, സി വി രാമൻപിള്ളയുടെ റോസ്കോട്ട് കൃഷ്ണപിള്ള, അദ്ദേഹത്തിന് സംഘടിച്ച് ഞാനത് വായിച്ചു. ഒരു പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും അങ്ങനെ അങ്ങോട്ട് അതിനകത്തോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. പിന്നീടും വായിച്ചു. വായിക്കും തോറും പ്രശ്നങ്ങൾ കൂടുകയാണ്. ഈ ഭാഷണഭേദം എവിടെയെന്ന് അന്വേഷിച്ചാൽ ഞാൻ നടക്കുന്നത്. എന്താ ഈ ഭാഷണം? അല്ല, എന്താണ് ഭാഷണം? എങ്ങനെയാണ് ഭാഷണം? അത് കഥാപാത്രത്തിനനുസരിച്ചുള്ള ഭാഷണം എന്ന് പറയുമ്പോൾ എല്ലാവരും എഴുതിയിട്ടുണ്ട്, സംഗതി ശരി തന്നെയാണ്. അത് കഥാപാത്രത്തിനനുസരിച്ചുള്ള ഭാഷണഭേദം അത് കണ്ടെത്തണം.
അതിൽ സൂക്ഷ്മമായിട്ട് കടന്നു ചെല്ലണം. എൻ കൃഷ്ണപിള്ള സാറിനെ പോലെ ഇത്രയും CV-യെ സൂക്ഷ്മമായിട്ട്, ഞാൻ രാവിലെ പറയുമായിരുന്നു, ഇത്രയും സൂക്ഷ്മമായിട്ട് പഠിക്കുകയായിരുന്നു. ഒരു വലിയ പഠനമായിരുന്നു. ആ പഠനത്തെ അനന്തര തലമുറയ്ക്ക് പാഠ്യവിഷയമാക്കിക്കൊണ്ട് അദ്ദേഹം അതിനെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് വലിയൊരു നമുക്ക് കിട്ടിയ അനുഗ്രഹം. അത് എഴുതാതെ പോയിരുന്നുവെങ്കിൽ എനിക്ക് മാർത്താണ്ഡവർമ്മ ചെയ്യാൻ പറ്റില്ല, എനിക്ക് കുഞ്ചൈക്കുട്ടിപ്പിള്ള ചെയ്യാൻ പറ്റില്ല. കുഞ്ചൈക്കുട്ടി കാര്യക്കാര് രാമരാജ ബഹദൂറിൽ അതൊരു അണക്കെട്ട് തകർക്കുന്ന ഒരു രംഗമുണ്ട്. രാധാകൃഷ്ണനാണ് അതിൽ രാജാവായിട്ട് അഭിനയിച്ചത്. അത് അനായാസം ആ ഭാഷണത്തിലേക്ക് ചെല്ലാൻ പറ്റി. ഈ പാത്രഭാഷണം നാം മനസ്സിലാക്കുന്നു. പക്ഷേ രാവിലെ ഡോക്ടർ എം എൻ രാജൻ പറഞ്ഞതുപോലെ ഈ അത്ഭുതരസം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു. നിങ്ങളെല്ലാവരും പറഞ്ഞത് രസാത്മകമാണ്, അതിലെ രസം സൂക്ഷ്മമാണ്. ആ രസം കണ്ടെത്തണം. നാടകം എന്ന് പറയുന്നത് രസസന്തുലിതമായിട്ടുള്ള സമ്മിശ്രമായിട്ടുള്ള ഒരു വലിയൊരു ഒരു ഘടനയാണ്. അത് രസം വിട്ടൊരു നാടകമില്ല, രസമില്ല. അത് ഇത്രയും സൂക്ഷ്മമായിട്ട് രസത്തെ അന്വേഷിച്ച് ഭാഷണ രീതിയെ കണ്ടെത്തി പറഞ്ഞു വെച്ചത് നാം ഉൾക്കൊള്ളാതെ പോകുന്നുവെങ്കിൽ മലയാളികൾ ദുഷ്ടന്മാരാണ്. എനിക്കെങ്ങനെ പറയാനുള്ളൂ. എല്ലാ നാടകപ്രവർത്തകരും വായിച്ചിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊന്നും വായിക്കുന്നതിന് മുമ്പേ ഞാൻ നടനായി ഇല്ലയെന്ന് പറയുന്നില്ല. വായിച്ചതിന് ശേഷമുള്ള എൻ്റെ നാട്യസമ്പത്തും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ എന്താണ് എനിക്ക് സമ്മാനിച്ചതെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ, ആ സംഭാഷണങ്ങൾ എനിക്ക് നൽകിയത് അഭിനയശേഷി മാത്രമല്ല, ഒരു കഥാപാത്രത്തിൻ്റെ ബോഡി ലാംഗ്വേജ്. ആ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടും അയാളുടെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ. മനസ്സിലാക്കണമെങ്കിൽ പ്രതിപാത്ര ഭാഷയുടെ ഭേദം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഏത് നാടകത്തിലെയും ശരീരഭാഷ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത് വെറുതെ പ്രസംഗം പറയുന്നല്ലത്, ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ശരീരഭാഷ ശരിയായില്ല എന്നുണ്ടെങ്കിൽ നടനാവില്ല, കഥാപാത്രമാകില്ല. സംഭാഷണം നമുക്ക് എങ്ങനെയും കൊണ്ടുവരാം. പഠിച്ചാൽ മതി. കാണാതെ പഠിച്ച് സംഭാഷണം ഒരുവിടുന്ന് അനവധി പേര് നമ്മുടെ ഇടയിൽ നാടകക്കാരായിട്ടുണ്ട്. കാണാതെ പഠിച്ചത് കൊണ്ട് മാത്രം നാടകമാകില്ല. TP ശ്രീനിവാസ് സാറിനെ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ആദരിക്കുന്നു. അധ്യക്ഷ പ്രസംഗം എന്നത് ഇപ്പോൾ വേണ്ട. നമ്മൾ മിക്കവാറും ദിവസം നേരിൽ കണ്ട് സംസാരിക്കുന്നതാണ്. ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ മാത്രം പറയാം. ഇവിടെ നമ്മളെല്ലാം ഒന്നാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്നു, ഒരുമിച്ച് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആരും തമ്മിൽ തർക്കമില്ല, വിദ്വേഷമില്ല. ഇവിടെ ഉള്ളവർക്കെല്ലാം രാഷ്ട്രീയമുണ്ട്. ഇവിടെ കക്ഷി രാഷ്ട്രീയമില്ല, രാഷ്ട്രീയമില്ല. ഇവിടെ സംശുദ്ധമായ കല, സാംസ്കാരികം, സാഹിത്യമെല്ലാം മാത്രം. അതുകൊണ്ട് തർക്കത്തിൻ്റെ വഴി ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് ഏത് സമയത്ത് വഴിതെറ്റുമ്പോഴും ആ വഴിതെറ്റുന്നത് ചൂണ്ടിക്കാണിക്കാൻ ഒരു മാഷ് ഇവിടെയുണ്ട്, ഗുരുനാഥൻ എഴുമറ്റൂർ സാർ.
അത് കൃഷ്ണപിള്ള സാറിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണം ഇവിടെ എല്ലാവർക്കുമുണ്ട്. നമ്മൾ ഈ പ്രസ്ഥാനത്തിന് വളഞ്ഞ വഴിയില്ല, നേർവഴിയേ ഉള്ളൂ. നമ്മൾ ആരുടെയും മുന്നിൽ പോയി വളഞ്ഞ വഴിയിൽ പണമുണ്ടാക്കാൻ പോയിട്ടില്ല, പോകില്ല. കാരണം ആ മഹാൻ്റെ പേരിലുള്ള സ്ഥാപനമാണിത്. ഇതിനിയും വളരും, വളർന്നുകൊണ്ടേ ഇരിക്കും. ഇവിടെ നടന്ന പ്രസംഗങ്ങളെല്ലാം ഞാൻ സൂക്ഷ്മം ശ്രദ്ധിച്ചു. എത്ര മനോഹരമായ പ്രസംഗമാണ്. അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട രീതിയിൽ നമ്മൾ അറിയിച്ചു. നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് എല്ലാ മീറ്റിങ്ങുകളും എനിക്കറിയാം. വരുന്നവർ പലപ്പോഴും ചില സമയം പറയും ഒടുക്കത്തെ പ്രസംഗം കഴിച്ചു പോട്ട്. ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയില്ല. എന്തതിന് കാരണം? നമ്മളെല്ലാം വരുന്നത് എന്തിനാണെന്ന് നമ്മുടെ മനസ്സോട് പറയുന്നുണ്ട്. ശുദ്ധമായ മനസ്സിൻ്റെ സംശുദ്ധമായ കേന്ദ്രം. ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് പോകുന്നുണ്ട്. ഇതുവരെ ഈ സ്ഥാപനത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു മോശമായ വാക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനിയും അത് കഴിയില്ല. ഇതത്രമാത്രം പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. മറ്റൊരു താല്പര്യം ഇവിടെ ഇല്ല. നിങ്ങളെല്ലാം ഇപ്പോൾ ധരിക്കുക. നേരത്തെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ആര് സാറ് പറഞ്ഞു, മിക്കവാറും അധ്യക്ഷൻ ഞാനിവിടെ കാണും. അധ്യക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ ഒരാളാണ്. ചെയർമാൻ എന്ന് പറയുന്ന പദവിയാണ്. ആ പദവി ശാശ്വതമല്ല. നമ്മളെ പലർക്കും ഇപ്പോൾ ഒരു ദോഷം എന്താ? ഒരു സ്ഥാനം കിട്ടിയാൽ ആജീവനാന്തം ആ സ്ഥാനമാണ്. ഇറങ്ങാൻ വലിയ മടിയാ സാറേ. ആ മടിയുള്ള ആളുകളൊന്നും ഇവിടെ ഇല്ല. നമ്മൾക്ക് സേവനം മാത്രമാണ്. ഒരു പൈസ നമ്മളെ ഗവേണിംഗ് ബോഡിക്ക് വരുന്ന ആളുകൾ കിട്ടിയേ കൊടുക്കില്ല. കൊടുക്കോ സാറേ? അങ്ങനെ ചോദിക്കാനുള്ള മനസ്സുള്ള ആരും ഇതിലില്ല. അത്ര ചിട്ടയായി നടക്കുന്ന ഒരു സ്ഥാപനം. ഇവിടെ നിന്നുള്ള പണം എന്ന് പറയുന്നത് നിങ്ങൾ ധരിക്കും ഈ പണമൊക്കെ ഏതോ അവസ്ഥയെന്ന് പണം വരുന്ന ഒരു അവസ്ഥയിലും ഇല്ല. ഇതൊരു അവസ്ഥയിലും പണം വരുന്നല്ല നമുക്ക്. എനിക്കറിയാവുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. ആ സ്ഥാപനങ്ങൾ പ്രവർത്തനം എന്താണ്, റിപ്പോർട്ട് എന്താണ്, പണം വാങ്ങുന്നത് എത്രയാണെന്ന് എനിക്കറിയാം. അതൊന്നും ഇവിടെ പറയുന്നില്ല. നമുക്ക് നമ്മുടെ നന്മ, നമ്മുടെ സത്യസന്ധമായ പ്രവർത്തനം, നമ്മൾ നടത്തുന്ന പ്രവർത്തനത്തിൽ കൂടി ഇവിടെ ഉണ്ടാകുന്ന വളർച്ച. ഞാനിവിടുന്ന് ഓരോ പരിപാടിയും ശ്രദ്ധിക്കായിരുന്നു. കുട്ടികളൊക്കെ അത്ര സ്ഫുടമായി കവിത ചൊല്ലിവിടാം. അത്ര സംശുദ്ധിയോടുകൂടി കവിത ചൊല്ലി ഓരോ പരിപാടിയും. ഇന്ന് മലയാളത്തിൽ അന്യം നിന്ന് പോകുന്ന എല്ലാ തരത്തിലുള്ള കളികളും ഇവിടെ നമ്മുടെ ഈ സ്റ്റേജിൽ അവതരിപ്പിച്ചു. എല്ലാ കളികളും. അത് സാറിന് നിർബന്ധമായിരുന്നു, എല്ലാം വേണം. എനിക്കും നിർബന്ധമായിരുന്നു. കാരണം നമ്മുടെ മലയാളി ഇതുപോലെ വളർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കലാ സാംസ്കാരിക മേഖലൻ്റെ അല്ലേ. അത് നമുക്കിവിടെ അവതരിപ്പിക്കണം. അത് അവതരിപ്പിക്കാൻ അവസരമുണ്ട് എന്ന് വന്നപ്പം ആളുകൾ എത്ര പേര് വന്നു? നമ്മൾ ചിലപ്പോൾ ധരിക്കും ചെറുപ്പക്കാരികൾക്കൊന്നും ഇപ്പം ഇതിൽ താല്പര്യമില്ല. അവരൊക്കെ വഴി മാറിപ്പോവുക അല്ല. അവരും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് അല്ലാത്തതല്ല. അത് നമുക്ക് ബോധ്യമാണിവിടെ. അതുകൊണ്ടാണ് ഈ ആകാശവാണിയുടെ മുഖത്തലി ഇവിടെ വന്നു സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹീതമായ ഒരു നിമിഷം എൻ്റെ അമ്മ എന്നെക്കുറിച്ച് പറഞ്ഞൊരു വാക്കാ, നീ റേഡിയോ പറഞ്ഞവനാടാ. ഇനി ചത്താൽ ദുഃഖമില്ല. റേഡിയോയിൽ പറയുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയൊരു ബഹുമാനമായിട്ടെന്ന് കണ്ടതാണ്. ഞാൻ രാവിലെ
പുറത്തേക്ക് പോകുമ്പോൾ അടുത്ത വീട്ടിലെ സ്ത്രീകൾ തമ്മിൽ പറയും, ചെക്കനെ കണ്ടോ? റേഡിയോ പറഞ്ഞ ചെക്കനാ. എൻ്റെ പഞ്ചായത്തിൽ ആദ്യമായ റേഡിയോയിൽ സംസാരിച്ച ആൾ ഞാനാ. കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് സംസാരിച്ച്. ഇതുപോലെ എത്ര ഓർമ്മകൾ നമ്മുടെ മനസ്സിനകത്ത്, ഓരോരുത്തരെയും മനസ്സിനകത്ത് ഇതുപോലെ ഓർമ്മകൾ കാണും. ആ ഓർമ്മകളെല്ലാം നേരിൻ്റെ വഴിയിലേക്ക് നമുക്ക് നയിക്കാനുള്ള പ്രചോദനമായി തീരണം, അല്ലാതെ വളഞ്ഞ വഴിയല്ല. ഒരു കാര്യം കൂടി പറയാം. താങ്കളുടെ ആകാശവാണിയിൽ നിന്ന് കിട്ടിയ ചെക്കില്ലേ, ആ ചെക്ക് മാറാൻ കഴിഞ്ഞില്ല. എനിക്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു. 70 രൂപയാണ് കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് ആദ്യത്തെ ചെക്ക്. ആദ്യം എനിക്ക് കിട്ടിയ ചെക്ക എൻ്റെ പേരില്ല. അക്കൗണ്ട് എടുക്കാൻ 50 രൂപ വേണം, പിന്നെ മിച്ചം 20 രൂപയാണ്. അതുകൊണ്ട് എന്താ കാര്യം, ഞാൻ ഒരുപാട് കാലം ഈ ചെക്കും കൊണ്ട് നടന്ന് ആളെ കാണിക്കാൻ. ഏത് ആകാശവാണി ചെക്ക ആർക്ക് എനിക്ക് പറഞ്ഞിട്ട് കിട്ടിയതാണ്. ആളെ മുമ്പിൽ ഒരു ഗമിയായിരുന്നു ആ ചെറുപ്പകാലത്ത്. നമ്മൾ ചെറുപ്പകാലത്ത് ഇതൊക്കെ വലിയ ഗമിയല്ലേ. പത്രത്തിലൊരു ഫോട്ടോ വന്നാൽ എന്തൊരു ഗമിയാ. നമ്മൾ ആളെടുത്തെല്ലാം കൊണ്ടുപോയി കാണിക്കും, ഫോട്ടോ കണ്ടോ, എൻ്റെ ഫോട്ടോ കണ്ടോ. ഇതൊക്കെ സ്വാഭാവികമാണ്. മനുഷ്യൻ എന്ന് പറയുന്ന നമുക്ക് ജീവിതത്തിൽ ഓരോ വഴിയിലുമുണ്ടാകുന്ന അനുഭവങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മുടെ പരിപാടി സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി കൃതജ്ഞതയാണ്. അത് കഴിഞ്ഞാൽ ഒരു വാക്ക് എനിക്ക് പാലിക്കാനുണ്ട്. അത് ഈ കൃതജ്ഞത കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ നാടകപാരായണത്തിലുണ്ടായിരുന്നവരെല്ലാം വേദിയിലേക്ക് വരണം. ഇവരോടൊപ്പം നമുക്കൊരു ഫോട്ടോ എടുക്കണം. അത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഇവിടെ വേദി ഒരുങ്ങും. കുടത്തിലെ വിളക്ക് നാടകം ഉണ്ടാകും. അത് ഞാൻ അന്നേരം സമയമില്ലായിരുന്നു, സമ്മേളനത്തിന് 10 മിനിറ്റ് പോലും ഇല്ലായിരുന്നു. അതിന് മുമ്പാണ് അത് സമാപിച്ചത്. അപ്പം ഞാൻ വാക്ക് കൊടുത്തു, സമ്മേളനം കഴിഞ്ഞാൽ ഉടനെ ചെയ്യാമെന്ന്. ഈ കൃതജ്ഞത കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും ഇങ്ങോട്ട് വരിക. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും പ്രണാമം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ സഹകരണത്തോടെ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സാറുടെ 108ാം ജന്മവാർഷിക ആഘോഷം ഈ 19 മുതൽ ഇവിടെ ആഘോഷിച്ചു വരികയാണല്ലോ. ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി എൻ കൃഷ്ണപിള്ളയുടെ 108ാം ജന്മവാർഷിക സമ്മേളനമാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിച്ചിരിക്കുന്നത് ആദരണീയനായ ശ്രീ പണ്ണിൻ രവീന്ദ്രൻ സാർ അവറുകളാണ്. ഫൗണ്ടേഷൻ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ശ്രീ പണ്ണിൻ രവീന്ദ്രൻ സാർക്ക് എൻ്റെയും അതുപോലെ ഫൗണ്ടേഷൻ്റെയും പേരിൽ കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ മുൻ അംബാസിഡർ ശ്രീ TP ശ്രീനിവാസൻ സാറാണ്. ശ്രീ ശ്രീനിവാസൻ സാറിനും എൻ്റെ പേരിലും ഫൗണ്ടേഷൻ്റെ പേരിലും കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. കൃഷ്ണപിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തിയത് ആകാശവാണിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശ്രീ ശ്രീകുമാർ മുഖത്തല അവറുകളാണ്. ശ്രീ ശ്രീകുമാർ മുഖത്തല അവറുകൾക്കും എൻ്റെ പേരിലും ഫൗണ്ടേഷൻ്റെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിൽ വെച്ച് എൻ കൃഷ്ണപിള്ള നാടകവേദിയുടെ 17ാം വാർഷികം ഉദ്ഘാടനം ചെയ്തത് നാടക, ചലച്ചിത്ര, സീരിയൽ നടൻ ശ്രീ കലാധരൻ അവറുകളാണ്. ശ്രീ കലാധരൻ സാർ അവറുകൾക്കും ഞാൻ എൻ്റെ പേരിലും ഫൗണ്ടേഷൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചത് ഡോക്ടർ ഉദയകല അവറുകളാണ്. അവർ ഈ ഫൗണ്ടേഷൻ അംഗമാണ്. അവർക്കും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്മരണാഞ്ജലി ആലപിച്ച ഫൗണ്ടേഷൻ അംഗം കൂടിയായ ശ്രീ ശ്രീറാം അവറുകൾക്കും എൻ്റെ പേരിലും ഫൗണ്ടേഷൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ സർവാദരണീയനായ ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ രാജരാജവർമ്മ സാർ അവറുകളാണ്. ശ്രീ രാജരാജവർമ്മ സാർ അവറുകൾക്കും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ 4 ദിവസത്തിലായി ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി പല സാംസ്കാരിക കലാപരിപാടികൾ നടന്നു. ഈ പരിപാടികളിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാർക്കും, സാഹിതികൾക്കും, അതിഥികൾക്കും, അതുപോലെ കലാസ്വാദനം നടത്തിയ എല്ലാ സൗഹൃദ സമൂഹത്തിനും, സഹകരിച്ച എല്ലാ അംഗങ്ങൾക്കും, ഫൗണ്ടേഷൻ ഭാരവാഹികൾക്കും, അതിലുപരി നമ്മുടെ ജീവനക്കാർക്കും, പിന്നെ സാങ്കേതിക സഹായം, ശബ്ദം, വെളിച്ചം, ആഹാരം എന്നിവ നൽകിയ എല്ലാവർക്കും ഞാൻ വിനീതമായി എൻ്റെ പേരിലും ഫൗണ്ടേഷൻ്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു.